യു എയിൽ എന്ത് ബിസിനസ് തുടങ്ങും, എങ്ങനെ പൈസ ഇറക്കും, വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് തേടി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സത്യം പറയാലോ, ഒപ്റ്റിക്കൽ ബിസിനസ് എന്ന് പറയുന്ന അത്യാവശ്യം മാർജിൻ കിട്ടുന്നൊരു ബിസിനസ്സാണ്. പക്ഷേ മാർക്കറ്റിംഗ് ആയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണം, ആളുകൾ അതുപോലെ പരിചയപ്പെടണം. ഒരു മാളിലാണ് എന്നുണ്ടെങ്കിൽ അനുഭവസ്ഥയായ ഒരു സ്റ്റാഫ്, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ടെൻഷൻ വരില്ല. അല്ലാത്ത പക്ഷം എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു സ്റ്റാഫിനെ മാളിൽ കൊണ്ട് നിർത്തിയാൽ കച്ചവടം കൂടുമെന്നുള്ളത് വെറുതെ ഒരു വ്യാമോഹമായി മാറും. ഞാൻ സത്യം പറഞ്ഞാൽ മാളിൽ തുടങ്ങണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഈ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പൊക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇറങ്ങി തിരിച്ചു. പക്ഷേ എനിക്ക് കിട്ടിയ സത്യം പറഞ്ഞാൽ സ്ട്രീറ്റ് ഷോപ്പാണ്. എന്നാലും തുടക്കകാലങ്ങളിലൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു, നമുക്ക് അത്ര വലിയ സ്ട്രഗിൾസ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ പോകെ ഇതെന്താണ് ശരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ കഴിയും. എങ്ങനെയാണ് നിങ്ങൾ ബിസിനസ്സിൻ്റെ ഒരു സ്ഥലം കണ്ടെത്തേണ്ടതും, എങ്ങനെയാണ് ബിസിനസ്സിന് ആൾക്കാരെ കൂട്ടേണ്ടതെന്നും, ഒപ്റ്റിക്കൽ ബിസിനസ്സിൽ നിങ്ങൾ എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണമെന്നും. കാരണം ഇത് തുടങ്ങാൻ ആർക്കും പറ്റും, സെയിൽ കൂട്ടുക, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക എന്നൊരു വലിയ ഘടകമാണ്. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാളിച്ച വന്നു, ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ഇവിടെ അറബ്സാണ് 90% എൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അറബ്സാണ്. അപ്പം അതിൽ അറബിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ്. അതായത് നമ്മളിപ്പം എവിടെയെങ്കിലും ഒരു ഒരു ഗവൺമെൻറ് ഓഫീസിലോ അല്ലെങ്കിൽ പോട്ടെ സാധാരണ ഒരു തുണിക്കട പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മലയാളിയാണ് അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷുകാരത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ രണ്ട് സ്റ്റാഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് മലയാളി കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യും. എന്ന് പറയും പോലെ തന്നെയാണ് ഇവിടെ അറബ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അറബിയിൽ സംസാരിക്കുമ്പോൾ അവർക്കും ആ ഒരു ഫീലിംഗ് ആയിരിക്കാം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കുറേ അറബ് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. പക്ഷെ അവിടെയും ഞാൻ പറയുന്നത് അതേ കാര്യം തന്നെയാണ്. ലെറ്റ്സ് സേ എനിക്ക് ഇടക്കാലം കൊണ്ട് ആ രീതിയിൽ തന്നെ, കാര്യം നമ്മൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ നമ്മൾ സ്റ്റോക്ക് ഇറക്കിയിരുന്നു. ഇടക്കാലം കൊണ്ട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റിയില്ല. അപ്പോൾ ആ സമയത്ത് അതായത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത കാലയളവിൽ വരുന്ന കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. കാര്യം അവർ വന്ന് കയറി നോക്കുമ്പോൾ ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന മോഡൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ സീ ദാറ്റ് ഷോപ്പ് ഇസ് നോട്ട് അപ്ഡേറ്റിംഗ് എന്നൊരു ഫീലായിരിക്കും അവർക്ക് വരിക. ഇപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി ചെല്ലുന്നു, ആദ്യം ചെല്ലുമ്പോൾ നല്ല സ്റ്റോക്കാണ്, രണ്ടാമത് ചെല്ലുമ്പോൾ അവിടെ വലിയ സ്റ്റോക്കൊന്നും ഇല്ലയെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ മൂന്നാമത് വീണ്ടും അതേ സ്ഥലത്ത് പോകാനൊന്ന് മടി കാണിക്കും എന്ന് പറയുന്ന കണക്ക് തന്നെ. സോ അതിന് വീണ്ടും ഇനി മാർക്കറ്റിംഗ് വേണം. പിന്നെ ബിസിനസ്സിൽ വേണ്ടത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷമയാണ്. നിങ്ങൾ ചെന്നിറങ്ങുമ്പോഴേ നിങ്ങൾക്ക് കുറേ ലാഭം കൊയ്യാം, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മളൊരു കുരു നടന്നു, ആ കുരുവിന് ആവശ്യമുള്ള സൺലൈറ്റ് വേണം, വെട്ടം, വെളിച്ചം, ഇതിൻ്റെയൊക്കെ ഒരു മാനദണ്ഡമാണ്. ഇതെല്ലാം വേണം. ഇതെല്ലാം ഇതിന് ആവശ്യത്തിന് ചെന്നതിന് ശേഷം മാത്രം ഇത് ആദ്യം ഒരു ചെടിയായിട്ട് മാറും. ആ ചെടിയെ നമ്മൾ പരിപാലിച്ചെങ്കിൽ മാത്രമേ അത് ചെറിയൊരു മരമാകുകയുള്ളൂ. മരമല്ല, വലിയ ചെടിയാകും. അതിനുശേഷമാണ് അത് മരമാകുന്നത്. വർഷങ്ങൾ കൊണ്ട് മാത്രമാണ് തഴച്ചു വളർന്നൊരു മരമായിട്ട് അത് തണ്ട് തരാൻ തുടങ്ങുക. അല്ലാണ്ട് കുരു നടുമ്പോഴേ തണൽ കിട്ടും എന്ന് പറയുന്ന കണക്കാണ് ചിലരെ ബിസിനസ് തുടങ്ങുമ്പോഴേ സ്റ്റാർഡമിലോട്ട് എത്തും. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് BMW മേടിക്കാം, ബെൻസ് മേടിക്കാം, അങ്ങനെ ഒന്നുമല്ല. ഇതിനൊക്കെ പിന്നിൽ ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ട്. നമ്മളുടെ ടൈമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വേറെ ആരും ചീറ്റ് ചെയ്യാണ്ടിരിക്കുക, പറയുന്ന പ്രൊഡക്റ്റ് തന്നെ അവർക്ക് കൊടുക്കുക. അതിലൊക്കെ ഒരു ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്. എന്നെങ്കിൽ മാത്രമേ ആ ഒരു കൺവിൻസിങ് കപ്പാസിറ്റി മാത്രം പോരാ, അവർക്ക് ഫീൽ ചെയ്യണം, ഓക്കെ നമ്മൾ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ് അവർക്ക് കൊടുത്തതെന്നുള്ള ഫീൽ വന്നെങ്കിൽ മാത്രമേ നെക്സ്റ്റ് ടൈം അവർ ഒരു കണ്ണാടി പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വരണം എന്നവർ ചിന്തിക്കുകയുള്ളൂ. ഒപ്റ്റിക്കൽ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ധൈര്യമായിട്ട് കമൻസിൽ ചോദിക്കാം. അപ്പം ഇന്നത്തേക്ക് ബൈ.